വിനീത, അങ്ങനെ തന്നെയാണ്. പുസ്തക പ്രകാശന ചടങ്ങ് നടക്കട്ടെ, അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാമെന്ന് വി കുഞ്ഞികൃഷ്ണൻ പറയുന്നു. ഒപ്പം തന്നെ പാർട്ടി പ്രവർത്തകരും ഈ പരിപാടിയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് താൻ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് ലഭിക്കുന്ന പിന്തുണയുടെ കൂടി അടിസ്ഥാനമാണ്, അല്ലെങ്കിൽ അതിൻ്റെ കൂടി തെളിവാണ് എന്നും അദ്ദേഹം പറയുന്നു. ഇപ്പോഴിതാ അദ്ദേഹം ആ പുസ്തകം പുറത്തെടുക്കുകയാണ്. ആ പുസ്തകം നമുക്കറിയാം, നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ 97 പേജുകളുള്ള നേതൃത്വത്തെ അണികൾ തിരുത്തണം എന്ന പുസ്തകം. അതിൽ എന്തൊക്കെ കാര്യങ്ങൾ കൂടുതലായി വി കുഞ്ഞികൃഷ്ണൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യവും ആകാംക്ഷയുണ്ടാക്കുന്ന കാര്യവും. ഒരുപാട് വിവരങ്ങൾ അത് പാർട്ടിയുടെ അപജയവുമായി ബന്ധപ്പെട്ട്, പാർട്ടിയിൽ നടന്ന ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ട് എന്നുള്ളതാണ് വി കുഞ്ഞികൃഷ്ണന്റെ അവകാശവാദം. പ്രധാനമായും ധനരാജ് രക്തസാക്ഷി ഫണ്ടുമായും ഏരിയ കമ്മിറ്റി കെട്ടിട നിർമ്മാണ ഫണ്ടുമായും കൂടാതെ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫണ്ടുമായി ബന്ധപ്പെട്ടും നിരവധി ക്രമക്കേടുകൾ നടന്നു എന്നുള്ളതായിരുന്നു വി കുഞ്ഞികൃഷ്ണന്റെ ആരോപണം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കൃത്യമായ കണക്കുകൾ ഈ പുസ്തകത്തിൽ അദ്ദേഹം ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹമാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫണ്ടിന്റെ ഓഡിറ്റിംഗ് നിർവഹിച്ചത്. കൂടാതെ മറ്റ് 2 കാര്യങ്ങൾ നടക്കുമ്പോഴും, ഫണ്ട് പിരിവുകൾ നടക്കുമ്പോഴും വി കുഞ്ഞികൃഷ്ണനായിരുന്നു ഏരിയ സെക്രട്ടറി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ, അതിൻ്റെ കൃത്യമായ കണക്കുകളൊക്കെ വി കുഞ്ഞികൃഷ്ണൻ അറിയാം. അത് അദ്ദേഹം ഈ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് ഈ പുസ്തകത്തിലുണ്ടാവും. അതിലുപരി ഈ നേതാക്കളെക്കുറിച്ചും ആ സമയത്ത് ജില്ലാ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ആളുകളെക്കുറിച്ചും സംസ്ഥാന നേതൃത്വത്തിലുണ്ടായിരുന്ന CPM ആളുകളെക്കുറിച്ച്, CPMൻ്റെ ഭാഗമായ ആളുകളെക്കുറിച്ചും വിശദമായി തന്നെ ഈ പുസ്തകത്തിലൂടെ പ്രതിപാദിച്ചു പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ നേരത്തെ ആളുകളുമായി സംസാരിക്കുമ്പോൾ അടുത്തുള്ള ജില്ലകളിൽ നിന്ന് പോലും ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് വിനീത. കോഴിക്കോട് നിന്നും കാസർഗോഡ് നിന്നും ഒക്കെ ആളുകൾ ഈ പുസ്തക ചടങ്ങിൽ പങ്കെടുക്കാനായി എത്തുകയും ചെയ്തിട്ടുണ്ട്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, ജോസഫ് സി മാത്യു ഉൾപ്പെടെയുള്ളവർ ഈ ചടങ്ങിലേക്കായി എത്തിയിട്ടുണ്ട്. അദ്ദേഹമാണ് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്യുന്നത്. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോയാൽ വിനീത ഒന്നുകൂടി കാണാം. ഗാന്ധി പാർക്ക് പയ്യന്നൂർ ടൗണിൽ തന്നെയാണ്. വലിയ ജനസാഗരം തന്നെ, വലിയ ജനക്കൂട്ടം തന്നെ ഈ പരിപാടി വീക്ഷിക്കുന്നതിനായി എത്തിയിട്ടുണ്ട്. ഈ എത്തിയവരിൽ CPM പ്രവർത്തകരുമുണ്ട് എന്നുള്ളതാണ് വി കുഞ്ഞികൃഷ്ണന്റെ അവകാശവാദം. അതിലെത്രത്തോളം യാഥാർത്ഥ്യമുണ്ട് എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. പക്ഷെ അപ്പോഴും നാട്ടുകാർ തന്നെ ഒരു വിഭാഗം ആളുകൾ ഈ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ, ഈ പുസ്തകത്തിൽ എന്താണ് പറയുന്നത് എന്നറിയാൻ, വി കുഞ്ഞികൃഷ്ണന്റെ ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം കേൾക്കാൻ എത്തിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് ഈ ജനക്കൂട്ടം അത് തെളിയിക്കുന്നുമുണ്ട്. ഒരുപക്ഷെ എന്തൊക്കെ ബോംബാണ്, അല്ലെങ്കിൽ വിനീത സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ബോംബ് അത് ഈ പുസ്തകത്തിൽ ഒളിപ്പിച്ച് വച്ചിട്ടുണ്ടോ എന്ന ചോദ്യം പ്രധാനമാണ്. അപ്പോൾ ആ രീതിയിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഈ പുസ്തകത്തിലുണ്ടോ എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ട കാര്യമാണ്. നമുക്കൊപ്പം കുറച്ച് ആളുകൾ കൂടി ചേരുന്നുണ്ട്. ചേട്ടൻ എവിടുന്ന? അതായത് 55ഓളം വർഷം പ്രവർത്തിച്ച് കുഞ്ഞികൃഷ്ണൻ, അയാളെ ഒരു എന്താ പറയണ്ട, ഒരു ഇത് കരിവേപ്പില പോലെ പുറത്തെറിഞ്ഞത് ശരിയായില്ല. കാരണം അയാൾ കൃത്യമായിട്ടുള്ള കാരണങ്ങളും ഓരോന്നും വിവരിച്ചുകൊണ്ടാണ് പറയുന്നത്. ഓരോ കണക്കും എടുത്ത് അയാൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഓരോരോ അക്ഷരം. പക്ഷേ ഈ നേതാക്കന്മാരുടെ ധാർഷ്ട്യം, അതായത് ജനങ്ങളോട് പണം പിരിച്ച് ജനങ്ങൾക്കത് പിന്നെ കണക്ക് പറയാൻ ജനങ്ങളോട്. അപ്പോൾ കുഞ്ഞികൃഷ്ണന് പിന്തുണ അർപ്പിച്ചു തീർച്ചയായിട്ടും 100%. എന്താണുള്ളതെന്നുള്ള ആകാംക്ഷ ഉണ്ടോ? അത് സംശയം അല്ല, ആകാംക്ഷയിൽ കുറെയൊക്കെ നമുക്ക് മനസ്സിലാവും. അതൊക്കെ മനസ്സിലായി കൂടുതൽ എന്താ എന്നറിയണം. അതെ, അങ്ങനെ തന്നെയാണ് വിനീത. കൂടുതൽ എന്താണ് ഈ പുസ്തകത്തിലുള്ളത് എന്നറിയുക കൂടിയാണ് ഇവരുടെ ഈ വരവിന്റെ ലക്ഷ്യം. ഏതായാലും നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോയാൽ കാണാം, ഒരുപാട് പേർ ഇവിടേക്ക് വന്നിട്ടുണ്ട്. പോലീസിന്റെ ഒരു കനത്ത സുരക്ഷ തന്നെ ഇവിടെ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഹൈക്കോടതി നിർദ്ദേശം അങ്ങനെയായിരുന്നു. കാരണം കൃത്യമായ രീതിയിലുള്ള സുരക്ഷ ഒരുക്കണം എന്നുള്ളത് ഹൈക്കോടതിയുടെ നിർദ്ദേശമായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വലിയ പോലീസ് സുരക്ഷ ഇവിടെ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഈ പുസ്തക പ്രകാശന ചടങ്ങ് ആരംഭിക്കുകയും ചെയ്യും. നമുക്കിപ്പോൾ ഈ പുസ്തകം വിതരണം ചെയ്യാൻ ആരംഭിച്ചിട്ടുണ്ട് വിനീത. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, പുസ്തകം ഇപ്പോൾ വിതരണം ചെയ്യാനായി ആരംഭിച്ചിട്ടുണ്ട്. നേതൃത്വത്തെ അണികൾ തിരുത്തണം എന്നുള്ളതാണ് പുസ്തകത്തിന്റെ പേര്. 100 രൂപയാണ് ഇതിന് വിലയിട്ടിരിക്കുന്നത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 100 പേജുകൾ ഈ പുസ്തകത്തിലുണ്ട്. 100ഓളം പേജുകൾ ഈ പുസ്തകത്തിലുണ്ട്. ഈ പുസ്തകത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണുള്ളത് എന്നുള്ളത് പ്രധാനമാണ്. നമ്മൾ ആദ്യം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ഉള്ളടക്കങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചിരുന്നു. അതിൽ പ്രിയ സഖാക്കളോട് എന്ന ആദ്യ അധ്യായം മുതൽ 16ാം അധ്യായമായ പാർട്ടി പ്രവർത്തനത്തിൻ്റെ അന്ത്യം വരെ, അങ്ങനെ 16 അധ്യായങ്ങളിലായി നീളുന്ന ഒരു പുസ്തകം. ആ പുസ്തകത്തിലാണ് കുഞ്ഞികൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെയുള്ള വിവരങ്ങളുള്ളത്. ആ പുസ്തകത്തിൻ്റെ വിതരണം ഇവിടെ ഇപ്പോൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് വിനീത.